കാണാമോ കേൾക്കാമോ? രണ്ടും ഓക്കെ ആണ് മാം. എല്ലാം ഓക്കെ. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. Prayer. Good morning, ma'am. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. താങ്ക് യു മാം. ഹാവ് എ ഗുഡ് ഡേ ഓൾ. ഓക്കെ, സൈനിങ്. Good morning, ma'am. Good morning, all. Every new day brings new hopes and new opportunities. Move forward with confidence. ഓരോ പുതിയ ദിവസവും പുതിയ പ്രതീക്ഷകളും പുതിയ അവസരങ്ങളും കൊണ്ടുവരുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. I welcome Adira ma'am and all my dear friends to this class. Thank you. Have a good day. ശരി. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. എന്തൊക്കെയുണ്ട്? സുഖം. സുഖം. മഴയൊക്കെ എങ്ങനെ പോകുന്നു? ഇന്ന് കണ്ണൂരും കാസർഗോഡൊക്കെ സ്കൂൾ അവധിയാണ്, മഴ ആയതുകൊണ്ട്. ആണോ? അവധി പ്രഖ്യാപിച്ചു തുടങ്ങിയല്ലേ? മഴ ശക്തമായിട്ടാണോ? നല്ല മഴ മാം. ഇന്നലെ തുടങ്ങിയത് ഇന്നുണ്ട്. കണ്ണൂര് കാസർഗോഡ് മുഴുവനും ലീവ്, സ്കൂളും ഒന്നുമില്ല, അംഗനവാടി എല്ലാം അടവന്നെ. ഇവിടേക്ക് നല്ല വെയില്. രണ്ടും വെയിലും മഴയും മാറിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മഴയുടെ അരമണിക്കൂർ വെയിലായി, അങ്ങനെയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? രാവിലെ കഴിച്ചു. ടെസ്റ്റ് കിട്ടിയില്ലേ? മറ്റു രണ്ട് ചാപ്റ്റേഴ്സിന്റെ 1 ഉം 2 കിട്ടി മാം. കിട്ടി. ഓക്കെ, ഇത് നമ്മുടെ യൂണിറ്റ് 3 ആണ് നോക്കുന്നത് കേട്ടോ. യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ആണ്. Meaning on institutional planning. Institutional planning is a systematic way to the plan and program for the development of an institution. It is based on the principle of maximum application of the resources of the school and community in which it exists. Okay. So, എന്താണ് institutional planning എന്ന് പറയുമ്പോൾ? It's a systematic way of planning ആണെന്നാണ് പറയുന്നത്. Institutional planning എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഒരു സ്കൂളിന്റെ പറയാം, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്താണ് അത് അർത്ഥമാക്കുന്നത്? റെഗുലേഷൻ ഉണ്ടാവില്ലേ? ഒരു സ്കൂളിന്റെ വികസനത്തിനായിട്ടുള്ള ക്രമബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്, ഒരു പ്ലാനിങ് ആണ് എന്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് പറയുന്നത് അല്ലെ. ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം അല്ലെ, അതിന്റെ A to Z കാര്യങ്ങൾ അതിൽ എന്തിലുണ്ടായിരിക്കും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിനകത്ത് വരും അല്ലെ. ആദ്യത്തെ പോയിട്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Institution planning is a systematic way to the plan and program for the development of an institution. ഒരു സ്കൂളിന്റെ വികസനത്തിനായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണെന്ത്, പ്ലാനിങ്ങിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രമബന്ധമായിട്ടുള്ള പദ്ധതി എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ. It is based on the principle of the maximum application to resources of the school and community in which it existed. Okay. നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുന്നത്? ആ സ്കൂളുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ റിസോഴ്സസുമായി ബന്ധപ്പെട്ട് അല്ലെ. അവിടെ എത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണോ അതിനനുസരിച്ചിട്ടുള്ള സ്കൂളിലെയും സമൂഹത്തിലെയും വിഭവങ്ങൾ റിസോഴ്സസ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർ പ്ലാൻ ചെയ്യുന്നത് അല്ലെ. മനസ്സിലാവുന്നതാ പറയുന്നത്? സ്കൂളിലെയും സമൂഹത്തിന്റെയും വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് മെയിൻ ആയിട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ദെൻ
improvement in the outcome of the students, teaching learning methods, co-curricular activities, and professional development of the teachers are the main objectives of institutional planning. അപ്പൊ എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അതിന് പ്രധാനമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിലും എന്തുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അതിലെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഇംപ്രൂവ് ഇൻ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്. ഇംപ്രൂവ് ഇൻ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനഫലം ഉണ്ടാകണം അല്ലെ. അവരുടെ പഠനഫലം, അതായത് കുട്ടികളുടെ എന്താണ് റിസൾട്ടുകൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്. എന്താണ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്? അധ്യാപന പഠന രീതികൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അധ്യാപന പഠന രീതികൾ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ദെൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. എന്താണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? പാഠ്യപ്രവർത്തനങ്ങൾ അല്ലെ, പാഠ്യപ്രവർത്തനങ്ങള് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ആരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്? അധ്യാപകരുടെ അല്ലെ, അധ്യാപകരുടെ പ്രൊഫഷണൽ വികസനം ഉറപ്പാക്കുക. അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന് 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ഒന്നെന്താണ്? വിദ്യാർത്ഥികളുടെ പഠനഫലം മെച്ചപ്പെടുത്തുന്നതിന്, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് മെത്തേഡ്സ് മെച്ചപ്പെടുത്തുന്നതിന്, സഹപാഠ്യ പ്രവർത്തനം കോക്കരിക്കുലർ ആക്ടിവിറ്റീസുകള് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ എന്താണ്? ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് കൂടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ചെയ്യുന്നത്. അതാണ് അതിന്റെ 4 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യണേ. പേജ് നമ്പർ 1 ആരെങ്കിലും പറഞ്ഞു കൊടുക്കാവോ? യൂണിറ്റ് 3 പാർട്ട് 4 യൂണിറ്റ് 3 പേജ് നമ്പർ 163. 163. നമ്മുടെ ടെക്സ്റ്റും നിങ്ങളുടെ ടെക്സ്റ്റും കറക്റ്റ് ആണ് അല്ലെ? ശരിയാണ്. 163. 4 ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഒബ്ജക്റ്റീവ് വരെ, അതായത് മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. മീനിങ് തുടങ്ങി അവിടെ വരെ ഇപ്പെടുത്ത അത്രയും വരെ അത് വായിച്ചു നോക്കൂ. ഒരു മിനിറ്റ് കേട്ടോ. മിസ് ഏത് പോർഷനാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്? ഫസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞു. ഓഫീസ് മാനേജ്മെന്റിന്റെ അടുത്ത പേജിൽ ഏറ്റവും താഴെയായിട്ട് കിടപ്പുണ്ട് യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. കണ്ടോ? കണ്ടു. അതെടുത്തു. അതിന്റെ ഫസ്റ്റ് മുതൽ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഫുൾ സ്റ്റോപ്പ് വരെ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് മുതൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് ഉണ്ടല്ലോ ആപ്ലിക്കേഷൻ ഓഫ് ദ റിസോഴ്സ്, അതിലെ റിസോഴ്സ് ഓഫ് ദ സ്കൂൾ, അതിന്റെ തൊട്ട് താഴത്തെ ലൈൻ കണ്ടോ? ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം. അത് തൊട്ട് ഒബ്ജക്റ്റീവ്സ് ഇല്ലേ, അത് 4 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. അതാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഇംപ്രൂവ്മെന്റ് മുതല് ഒബ്ജക്റ്റീവ്സ് വരെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അവിടെ വരെയാണോ? അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ രണ്ട് കൂട്ടം അല്ലേ? അതെ.
ഞാൻ ഇപ്പൊ കേറിയായിരുന്നു, എനിക്ക് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അതാ. താങ്ക് യു. ഓക്കെ, ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാം. ക്ലിയർ അല്ലേ? ടീച്ചർ പഠിക്കണം കേട്ടോ. A school system is served with many activities which are diverse and often changing. Planning is the responsibility of the school head. Planning emphasizes reasoning in advance about the development of the school. Planning means getting things done. A successful planning specifies what work is to be done, while, when, how, and where it will be done, and who will be liable. Okay. നമുക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിൽ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു സ്കൂൾ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? സ്കൂൾ സിസ്റ്റം ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരാളെ നമുക്കൊരു പേരെടുത്ത് വിളിക്കുള്ളൂ, പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ അല്ലെ? സ്കൂളിന്റെ ആസൂത്രണത്തിന് പ്രധാന ഉത്തരവാദിത്തം വഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇരിക്കുന്നത് ആരാണ്? ഹെഡ് മാസ്റ്റർ ആണ് അല്ലെ? അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കൂളുകളിൽ ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ. Planning emphasis on reasoning in advance about the development of the ആ ഒരു പോയിന്റ് ടിക്ക് ചെയ്യണേ. Planning is the responsibility of the school head. അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. Planning is the responsibility of the school head. ഇവിടെ സിസ്റ്റം ഈസ് ഇറൈൻ എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം സ്കൂളിന്റെ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നത് ഏറ്റവും ശാന്തമായ രീതിയിൽ, ഏറ്റവും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ അതിലേക്ക് ആസൂത്രണം ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ തടസ്സമാകുന്ന രീതിയിലെ മെത്തേഡ്സ് ഒന്നും തന്നെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരില്ല. എപ്പോഴും എങ്ങനെയായിരിക്കും ഒരു സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്? എപ്പോഴും ശാന്തമായിട്ടുള്ള രീതിയിൽ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് തയ്യാറാക്കണമെങ്കിൽ അതിന് ഏറ്റവും കോർ ഫാക്ടർ അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം വഹിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് സ്കൂളിനെ ഓൾറെഡി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ
ഹോൾ സ്കൂൾ കൺട്രോൾ ചെയ്യുന്ന അധ്യാപകൻ, പ്രധാന അധ്യാപകൻ, ഹെഡ് മാസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, ഇനി നമ്മളൊരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്ലാനിങ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? ആ സ്കൂളിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ? ആ സ്കൂള് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്കൂളിലുള്ള ആക്ടിവിറ്റീസ് ഏറ്റവും നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുന്നത് അല്ലെ? അങ്ങനെയല്ലേ? പ്ലാനിങ് ഇസ് എംഫസൈസ് റീസണിങ് ഇൻ അഡ്വാൻസ് അബൌട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സ്കൂൾ. ആ സ്കൂളിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് മാത്രമായിരിക്കും നമ്മൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, പ്ലാനിങ് മീൻസ് ഗെറ്റിംഗ് ദിസ് ഡൺ. പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്? ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഒരു കാര്യവും നമ്മൾ ആസൂത്രണം ചെയ്തതിന്റെ പ്രധാന പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ ഒരു കാര്യം ആസൂത്രണം ചെയ്യേണ്ടത് അല്ലെ? ആണോ? പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കണം എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ കൂടിയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. സക്സസ്ഫുൾ പ്ലാൻ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? സക്സസ്ഫുൾ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നടപ്പിലാക്കണം, ആര് നടപ്പിലാക്കണം, എങ്ങനെ നടപ്പിലാക്കണം, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ? എന്തൊക്കെ നടപ്പിലാക്കണം. നല്ല പ്ലാനിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ, എവിടെ അല്ലെ? എവിടെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ പ്രിപ്പയർഡ് ആക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ ചെയ്യാം. അതായത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെ? യെസ്. ഒരു സക്സസ്ഫുൾ പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എന്താണ്? എന്ത്, എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ, എവിടെ ചെയ്യണം, ആരാണ് അതിന്റെ ഉത്തരവാദി അല്ലെ? ആരായിരിക്കും അതിന്റെ ലയബിൾ ആയിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ തയ്യാറാക്കിയതിനു ശേഷമായിരിക്കണം ആ കാര്യം നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പോ ഒരു സ്കൂളിന്റെ പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് വേണ്ടി, ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഹോൾ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് തയ്യാറാക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? അതൊക്കെയാണ് ഒന്ന് സ്റ്റുഡൻസിന്റെ ഔട്ട്കംസ് അല്ലെ? ഏറ്റവും നല്ല പഠനഫലം ലഭ്യമാകണം, നല്ല ലേണിംഗ് ടീച്ചിങ് മെറ്റീരിയൽസ്, ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യണം, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൂടി നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലായിരിക്കും അവിടെ ആ ഒരു പ്ലാനിങ് തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? പ്ലാനിങ്ങിന്റെ, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പ്രിൻസിപ്പളിനാണ് അല്ലെ? യെസ്. മാം, ഈ സ്കൂൾ ഒരു ഡൗട്ട്, മാനേജ്മെന്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ പ്രിൻസിപ്പൾ മാത്രം വിചാരിച്ചാലേ നമുക്ക് പ്ലാനിങ് എല്ലാം നടപ്പിലാക്കാൻ പറ്റുമോ? മാനേജ്മെന്റും കൂടി എഗ്രി ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റും കൂടി ഇൻവോൾവ് ആകും. ഓക്കെ, എന്നിരുന്നാൽ പോലും റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പളിന്റെ എങ്ങനെയാ വരുന്നത്? പ്രിൻസിപ്പൾ ആണ് വരുന്നത്. കാരണം ഓൾറെഡി പ്ലാൻ ചെയ്യുന്നവരെല്ലാം കൂടെ ഉണ്ടായിരിക്കും. മാനേജ്മെന്റ്സ് പ്രിൻസിപ്പളിന്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ അതിൽ കൊടുക്കേണ്ട മെഷേഴ്സും അതിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളൊക്കെ അതിൽ നമ്മൾ ശരിക്കും നമ്മൾ ഒരു പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്ലാനിങ് നമ്മൾ നടത്തപ്പെടുന്നത്. ഈ പ്ലാനിങ്ങിന് ഇപ്പൊ ഹെഡ് മാസ്റ്ററെ കൂടെ എന്താണ് സ്കൂൾ മാനേജ്മെന്റും കൂടെ തന്നെ ഉണ്ടായിരുന്നത്. അതായത് സ്കൂൾ മാനേജ്മെന്റും ഹെഡ് മാസ്റ്ററും കൂടി ചേർന്നുണ്ട്. പക്ഷെ അതിൽ പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ആരായിരിക്കും? ഹെഡ് മാസ്റ്റർ തന്നെ. മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ അവിടെ ഒരു കോർ ആയിട്ട് ഒരു വ്യക്തി എന്ന് സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തിയായിട്ട് കാണുന്നത് ഹെഡ് മാസ്റ്റർ തന്നെയാണ് കേട്ടോ. ഇനി ഓരോ സ്കൂളുകളിൽ അത് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോ ചിലത് മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് മാത്രം ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളൊരു സ്കൂൾ ഹെഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളുകളാണെങ്കിൽ എന്താണ്? അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കായിരിക്കും അവിടെ പൂർണ്ണമായിട്ടും വിലമതിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്ലാനിങ് അനുസരിച്ചിട്ടും കൂടി ആയിരിക്കും ആ സ്കൂൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓരോന്നിനും ഓരോ പലപ്പോഴും നമ്മള് പ്രിൻസിപ്പളിനോട് എന്തെങ്കിലും കാര്യം പറയുമ്പോഴേ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല, മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല എന്നാണ് എപ്പോഴും പറയാറ്. ശരിയാണ്. അതായത് അവർ തീരുമാനിക്കുന്നില്ല എന്നല്ല പറയുന്നത്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം എടുക്കുന്ന ഇദ്ദേഹമായിരിക്കും. പക്ഷെ ചില മാനേജ്മെന്റ് അത്യാവശ്യം പ്രിൻസിപ്പളിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ കൂടെ ആയിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് കുറച്ചും കൂടി ലക്ഷറീസ് ആയിട്ടുള്ള സ്കൂളുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ നന്നായിട്ട് രീതിയിൽ വലിക്കുന്ന സ്കൂളുകൾ ഉണ്ട് അല്ലെ? അവിടെയൊക്കെ മാനേജ്മെന്റ് തന്നെ ആയിരിക്കും അത് മെയിൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ഗവൺമെന്റ് സ്കൂളുകളിലെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ തന്നെയാണ് കേട്ടോ. അതൊരു വ്യത്യാസമില്ല. യെസ്.
ഓക്കെ. ഇനി അപ്പോ മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ക്ലിയർ ആണോ വിശ്വസിക്കുന്നു? നെക്സ്റ്റ് വൺ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിംഗ് ആണ്. ഓക്കെ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കുറച്ച് ഫാക്ടേഴ്സിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസിഷൻസ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് പൂർണ്ണമായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. വർക്ക് ഫാക്ടർ, സ്റ്റാഫ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ, എക്യുപ്മെന്റ് ഫാക്ടർ, അങ്ങനെ 5 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ടെക്സ്റ്റില് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? വർക്ക് ഫാക്ടർ. ഇറ്റ് ഈസ് സിമ്പിൾ ഓർ കോംപ്ലക്സ്, ടൈം ഓപ്പറേഷൻ ഓർ റിപ്പീറ്റേറ്റീവ്. എന്തായിരിക്കും വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ജോലി ഘടകം എന്ന് പറയുമ്പോൾ എന്ത് ഫാക്ടർ ആയിരിക്കും അത്? സിമ്പിൾ ആയിരിക്കാം, കോംപ്ലക്സ് ആയിരിക്കും, ടൈം ഓപ്പറേഷൻ ഓർ റിപ്പീറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സ്കൂൾ ടീച്ചിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലെ അവിടെ പറയുന്നത്. വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾസ്റ്റ് ഫോമിൽ ആവാം, കോംപ്ലക്സ് ഫോമിൽ, രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു കാര്യം ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അല്ലെ. അപ്പൊ അവിടെ ഒരു പ്ലാനിങ് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്ട് വർക്ക്സുകളായിരിക്കും, അല്ലെങ്കിൽ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട എന്താണെങ്കിൽ പോലും എന്താണ് നമ്മൾ ഓൾറെഡി നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കും തയ്യാറാക്കുക. സിമ്പിൾ ലളിതമായിരിക്കാം, പക്ഷെ കുറച്ചും കൂടി എന്തായിരിക്കാം? സങ്കീർണവുമായിരിക്കാം. ഇനി അതേപോലെ തന്നെ എന്താണ്? ടൈം ഓപ്പറേഷൻസ്, അതായത് കൃത്യമായിട്ട് അപ്പൊ തന്നെ നടത്തുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് നടത്തുന്നത്. റിപ്പീറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റേറ്റീവ് ആവർത്തിക്കുന്നതാണ് അല്ലെ. ആവർത്തിക്കുന്ന രീതിയിലുള്ള നമ്മള് ആക്ടിവിറ്റീസുകൾ കുട്ടികളെക്കൊന്ന് ചെയ്യിപ്പിക്കാറുണ്ട്. ഓക്കെ. അത് അക്കാദമിക് റിലേറ്റഡ് ആണ്. ഈ വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സും അതിൽ ഉപയോഗിക്കുന്ന പഠന പ്രക്രിയകളെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്, ഈ വർക്ക് ഫാക്ടേഴ്സിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ. അത് നമ്മളപ്പോ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ഈ വർക്ക് ഫാക്ടർ കൂടി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റാഫ് ഫാക്ടർ ആണ്. സ്കിൽസ് ഓഫ് ടാലന്റ് ഓഫ് ദ സ്റ്റാഫ്. സ്റ്റാഫ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജീവനക്കാരുടെ കഴിവ് നൈപുണ്യമാണ് നമ്മൾ അവിടെ നോക്കുന്നത്. എസ്പെഷ്യലി ടീച്ചേഴ്സിന്റെ അല്ലെ, ടീച്ചേഴ്സിന്റെ സ്കിൽസും ടാലന്റ്സും നമ്മൾ അവിടെ പ്രധാനമായിട്ട് നോക്കുക. അതായത് ഈ പ്ലാനിങ് നടക്കുമ്പോൾ പല പ്രോഗ്രാംസ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പല അക്കാദമിക് റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓൾറെഡി ഇപ്പൊ ഏതെങ്കിലും ഒരു പ്ലാനിങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ടീച്ചേഴ്സ് നമ്മൾ സബ് ഡ്യൂട്ടീസ് കൊടുക്കുക, ഹൈ അതോറിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുക്കണമെങ്കിൽ ആ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന കാപ്പബിലിറ്റീസ് ഉള്ള ടീച്ചറിന് മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റുമോ? ഇല്ല. സ്കില്ലും ടാലന്റും കൂടി നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നുണ്ട്. സ്കില്ലും ടാലന്റ് നോക്കിയിട്ടാണ് ഓരോരുത്തരുടെ ചുമതല ആണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഡ്യൂട്ടീസ് ആണ് കൊടുക്കുന്നതിൽ എന്താണ് ക്ലാസ് ഡ്യൂട്ടീസ് മാത്രമല്ല അതർ ഡ്യൂട്ടീസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കില്ലും ടാലന്റും കൂടി നോക്കിയതിനു ശേഷം മാത്രമാണ് അവരെ അതിൽ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ അവിടെയും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. യെസ്. ഇപ്പൊ ഫിനാൻസ് ഡ്യൂട്ടി ഒക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്നവരായിരിക്കണം അല്ലെ. അല്ലാത്തവർക്ക് നമുക്കത് കൊടുത്താൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് സ്കൂളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. യെസ്. അപ്പൊ അത് സ്റ്റാഫ് ഫാക്ടറിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കും. നെക്സ്റ്റ് വൺ കോസ്റ്റ് ഫാക്ടർ. കോസ്റ്റ് ഫാക്ടർ എന്താണ്? യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ്, ടീച്ചർ ഓർ കമ്മ്യൂണിറ്റി. കോസ്റ്റ് ഫാക്ടർ ഫീസാണോ? കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഫീസ് ആണോ വരുന്നത്? ചെലവ്, കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള റിസോഴ്സസ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന റിസോഴ്സസുകൾ ഏതൊക്കെയാണ്? സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന റിസോഴ്സസുകൾ ഏതൊക്കെയാണ്? കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന സ്കോളർഷിപ്പ് പോലുള്ളതാണ്. സ്കോളർഷിപ്പ് അതെങ്ങനെ കോസ്റ്റ് ഫാക്ടറിൽ വരും? PTA ഫണ്ടാണോ? PTA നമ്മൾ പ്രോഗ്രാമിനൊക്കെ ക്യാഷ് കളക്ട് ചെയ്യില്ല, അങ്ങനെയൊക്കെ വരുന്നതാണ്. കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സ്കൂളിൽ വരുന്ന കോസ്റ്റ് എന്താണ്? ഫീസ് ആണ് അല്ലെ. കോസ്റ്റ് ഫാക്ടർ എന്ന ഫീസ് സ്ട്രക്ചർ ആണ്. അത് സ്റ്റുഡൻസിന് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണ്ടേ, യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കോസ്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫീസ് സ്ട്രക്ചർ ആണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? ഭാഗമായിട്ട് പറയാം നമുക്ക് കോസ്റ്റിനെ.
സാലറി ആണ് അല്ലെ, സാലറിയുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് അല്ലെ. സ്റ്റുഡൻസിന്റെ ഫീസും വരുന്നുണ്ട്, അതേപോലെ ടീച്ചേഴ്സിന്റെ സാലറിയുമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീനെ നമുക്ക് അതിൽ എങ്ങനെ പറയാൻ പറ്റും? കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ സ്കൂളിൽ കോസ്റ്റ് ഫാക്ടർ വരുന്നു? ഇങ്ങനെ വരുന്നു, നമ്മള് സ്കൂൾ റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ കമ്മ്യൂണിറ്റിനെ കൊണ്ടുവരും, പല പല പ്രോഗ്രാംസുകള്, എന്തെങ്കിലും ക്യാമ്പയിൻസ്, അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കാഡമിക് റിലേറ്റ് ചെയ്ത് വരുന്ന, സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന പല പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ പിരിവുകൾ അല്ലെ, ചില കോഴ്സുകൾ നമ്മൾ എന്താണ് കമ്മ്യൂണിറ്റി, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ PTA അല്ലെ, പാരന്റ്സ് ടീച്ചർ അസോസിയേഷനിൽ നിന്ന് എന്താണ് നമ്മളൊരു ഫണ്ട് നമ്മൾ സ്വീകരിക്കാറുണ്ട് അല്ലെ. അതെല്ലാം തന്നെ എന്താണ് ഈ കോസ്റ്റ് ഫാക്ടറിനകത്താണ് ഉൾപ്പെടുന്നത്. അപ്പൊ സ്റ്റുഡൻസിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ സാലറി വരുന്നത്, അതേപോലെ തന്നെ എന്താണ് കമ്മ്യൂണിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് കോഴ്സുകളാണ് അതിൽ ഉൾപ്പെടുന്നത്. നല്ല പാഠം പദ്ധതി എന്ന ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. നല്ല പാഠം പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല പാഠം പദ്ധതി ഗവൺമെന്റിന്റെ അല്ലേ? അതെ അതെ അതെ, ഗവൺമെന്റ് സ്കൂൾസിൽ അല്ലെ, ഗവൺമെന്റ് സ്കൂളുമായി ബന്ധപ്പെട്ടാണ്. ഇനി ടൈം ഫാക്ടർ, അർജൻസി ഓഫ് ദ പ്ലാൻ. ടൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സമയ ഘടകം. സ്കൂൾ ടൈമിങ്സ് അല്ല, ടീച്ചേഴ്സിന്റെ പീരീഡുകളാണോ? ഇല്ല. അർജൻസി ഓഫ് ദ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഈ അക്കാദമിക് പ്ലാൻ നടപ്പിലാക്കുന്ന സമയം, പ്ലാനുകൾ നടപ്പിലാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അക്കാദമിക് ഇയറിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളല്ല നമ്മൾ അവിടെ തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാം സംഘടിപ്പിക്കുന്നത് ഇത്രത്തോളം സമയ കാലാവധി അല്ലെ, ഇത്രത്തോളം കാലാവധിക്ക്. ഇപ്പൊ നമ്മൾ ആദ്യം നടത്തുന്ന പരീക്ഷ ഏതാണ്? ക്ലാസ് തുടങ്ങി ആദ്യം നടത്തുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഏത് പരീക്ഷയാണ്? ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അല്ലെ, അതിന്റെ സമയപരിധി അല്ലെ. എക്സാമിനേഷൻ മാത്രമാണോ നമ്മൾ സമയപരിധിയിൽ കൺസിഡർ ചെയ്യുന്നത്? എക്സാംസ് മാത്രമാണോ ചെയ്യുന്നത്? സ്പോർട്സ് പല ഈവന്റ്സുകള് അല്ലെ, പല പല ഈവന്റ്സുകള്, പ്രോഗ്രാംസുകള്, ക്യാമ്പയിനുകള്, ഫെസ്റ്റിവൽസ് അല്ലെ, ആനുവൽ ഡേയ്സ്. ചില ഡേയ്സുകൾ നമ്മള് ഏതൊക്കെയാണ്? ഓഗസ്റ്റ് 15 അല്ലെ, അല്ലെങ്കിൽ ജൂൺ 5 പരിസ്ഥിതി ദിനങ്ങൾ, അങ്ങനെ പല ഡേയ്സ് നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്യും. ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ടൊരു ടൈം കൺസിഡറേഷൻ ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒന്ന് എക്സാം കൺസിഡർ ചെയ്യുന്ന ടൈമുകള്, ദെൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ടൈംസും അതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ് ടൈം അതായത് ഒരു വർക്കിംഗ് ഡേയ്സിന്റെ ടൈം അല്ലെ, അതായത് രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയുള്ള സമയം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ദെൻ സ്കൂളുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് പ്രോഗ്രാംസുകൾ എല്ലാം തന്നെ എന്താണ് ടൈം ഫാക്ടർ, അതായത് ഇത്ര സമയബന്ധിതമായിട്ടായിരിക്കണം നമ്മൾ ആ പ്ലാൻസ് തയ്യാറാക്കേണ്ടത് എന്നതാണ് അവിടെ ടൈം ഫാക്ടർ എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല, ഇത് ഇത്ര സമയം എടുത്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്, ഇത്ര മാസത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറില്ല. യെസ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് എന്ത്? ടൈം ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് അക്കാദമിക് ഇയർ തീരണ മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അല്ലെ. ചില ടീച്ചർമാർ പറയാറില്ലേ, ഇന്ന് പരീക്ഷ നടത്തിയിട്ടില്ല, എത്രയും പെട്ടെന്ന് പരീക്ഷ നടത്തണം, അതിനുവേണ്ടി പോർഷൻസ് ഒക്കെ എടുത്ത് തീർത്ത് ആ സമയത്ത് അവർക്ക് തീർക്കുന്നുണ്ടല്ലേ നമ്മള്. ഞങ്ങൾ ചെയ്യുന്ന പോലെ. അതെ അതെ, യെസ്. ഇനിയിപ്പോ എന്താ പറയാ, ഓണപരീക്ഷ തുടങ്ങാനായിട്ട് മിക്കവാറും സ്കൂളുകൾ അവധി ആയതുകൊണ്ട് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോർഷൻസ് തീർക്കാൻ പറ്റില്ല അല്ലെ. കുറെ സ്കൂളുകൾ ഇപ്പൊ മഴക്കാല അവധി വരുമ്പോ പിന്നെ ഓരോ ജില്ലകൾ വൈസ് നടന്നപ്പോ ഒഴിവുകൾ പ്രഖ്യാപിക്കും അല്ലെ, അങ്ങനെ കണ്ടിട്ടില്ലേ നമ്മൾ. യെസ്, അതേപോലെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിച്ച സമയത്തിൽ നിന്നും കൂടുതൽ കവിഞ്ഞു പോവാറുണ്ട്. അപ്പൊ ടൈം പീരീഡിനുള്ളിൽ തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫാക്ടർ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കും എന്നുള്ളത് നമ്മൾ തയ്യാറാക്കും. നെക്സ്റ്റ് വൺ, എക്യുപ്മെന്റ് ഫാക്ടർ, മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്. എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്. ലാബ് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. ലാബ്, എക്യുപ്മെന്റ്, മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ സ്കൂളിലെ റിസോഴ്സസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സ്കൂളിലെ റിസോഴ്സസ്, മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഒരു ക്ലാസ് റൂമിൽ നോക്കിയേ, നിങ്ങൾ ക്ലാസ് റൂം മാത്രം എടുത്ത് നോക്കിയേ. സ്മാർട്ട് ക്ലാസ് റൂം ആണെങ്കിൽ കുറച്ചുകൂടി ഫെസിലിറ്റീസ് വേണം അല്ലെ. യെസ്, കമ്പ്യൂട്ടേഴ്സ്, പ്രൊജക്ടേഴ്സ്, സ്ക്രീനേഴ്സ് എല്ലാം വേണ്ടി വരും. ഡെസ്ക്, ബെഞ്ച്, ബോർഡ്, കുട്ടികളുടെ റാക്ക് സ്പേസ് ഉണ്ടോ, റാക്ക്, ബുക്ക് റാക്സ് വേണം. ചില സ്കൂളിൽ പല അല്ലാതെ കുറച്ച് മെറ്റീരിയൽസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ
വേണ്ടത് എന്താണ്? എക്സാംസ് റിലേറ്റ് ചെയ്ത് പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുമായിട്ട് ടൈംസ്, പിന്നെ ഇതൊക്കെ സൂക്ഷിക്കുന്നതിനുണ്ട് അത്യാവശ്യം സ്പേസസ് അല്ലെ, സ്പേസ് റിക്വയർമെന്റ്സ് കൂടി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. ഇന്ന ഭാഗങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ആവശ്യമായിട്ടുള്ള സാമഗ്രികളും മറ്റ് എക്യുപ്മെന്റ്സ് എന്നിവയുടെയൊക്കെ ലഭ്യതയും അതിന്റെയൊക്കെ സ്ഥലമൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ് എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 ഘടകങ്ങളാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? വർക്ക് ഫാക്ടർ, സ്റ്റാഫ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ ആണ് എക്യുപ്മെന്റ് ഫാക്ടർ. ഓക്കെ, നിങ്ങൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഫാക്ടേഴ്സിന്റെ പേരുകൾ പഠിക്കണം കേട്ടോ. ഓക്കെ, ഫാക്ടേഴ്സിന്റെ പേരുകൾ നോക്കണേ. ഞാൻ വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയട്ടെ. നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളില്ലേ, ഞാനും നിങ്ങളും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങള് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യരുത് കേട്ടോ. കേട്ടോ പറഞ്ഞത്? മീൻസ് നമ്മുടെ കാര്യങ്ങൾ എന്റെ ക്ലാസ്സിൽ കഴിഞ്ഞു, അത് നിങ്ങൾ വേറെ ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സിനോടോ ഡിസ്കസ് ചെയ്യരുത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളല്ല കാരണം കേട്ടോ. വേറെ ക്ലാസ്സിലെ കുട്ടികള് നമ്മൾ എങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലോ, ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് ഓരോരുത്തരുടെ ഓരോ ടീച്ചിങ് സ്റ്റൈലാണ്, ഓരോരുത്തരുടെ അറിവും സ്കില്ലൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ ടീച്ചേഴ്സ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേറെ ടീച്ചർമാര് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും എന്നെ നോക്കിക്കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരാം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന കാര്യം എന്നോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ എന്നോട് പറയാം കേട്ടോ. നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ചത് വേറെ ബാച്ചിലെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുമെന്നിരിക്കണം, നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ അല്ലെ? ശരി. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഇല്ലല്ലോ. പരീക്ഷയ്ക്ക് അത്രത്തോളം നിങ്ങൾക്ക് തന്നെയല്ലേ ഹെൽപ്ഫുൾ ആവുന്നത്? ഇമ്പോർട്ടന്റ് എഴുതി വെക്കുമല്ലോ. അതിനെപ്പറ്റി ആരും എന്തെങ്കിലും പരാതികളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല മിസ്സേ. ഞങ്ങൾക്ക് എത്രത്തോളം സംശയം ഉണ്ട് അത്രത്തോളം പറഞ്ഞിരുന്നത് നല്ലതാണ്. ഞങ്ങൾ ടെസ്റ്റ് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. സംശയമൊന്നുമില്ല, എല്ലാം എന്തെങ്കിലും ക്ലാസ്സിൽ വെച്ച് തീർത്തിട്ടങ്ങ് പൊക്കോളാം കേട്ടോ. അല്ല മാം, ഞങ്ങൾ അങ്ങനെയൊന്നും വിടാറില്ല. ഞങ്ങൾ എല്ലാ സംശയം ചോദിക്കാറുണ്ട്. എല്ലാ മിസ് വേണ്ടതും ചോദിക്കാറുണ്ട്, എല്ലാ സംശയം ചോദിച്ചിട്ട് തീർത്തിട്ടേ പോവാറുള്ളൂ അല്ലെ? ശരി. ഓക്കെ, ഫാക്ടേഴ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഫാക്ടറുടെ പേര് പഠിക്കണം കേട്ടോ. ഇനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് നോക്കുന്നത്. Relying upon the strength of the school, the teacher is entrusted with the work of fees collection. Even except the principal or the head of the institution, other teachers will not be given the work of salary disbursement or making financial decisions. Yes, ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് നോക്കുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഓഫീസ് ഡ്യൂട്ടീസ് മാറ്റി നോക്കിയാൽ കുറച്ച് എല്ലാവരെയും ഒന്ന് കുഴപ്പിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അതായത് നമ്മൾ പറയുന്ന അതേ സമയത്തൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീസ് കളക്ട് ചെയ്യാൻ പറ്റില്ല. പറ്റാറുണ്ടോ? കാരണം കുട്ടികൾ എങ്ങനെയാണോ തരുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഫീസ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ചില കുട്ടികൾ തരാതിരിക്കും, അതിന്റെ പിന്നിൽ നമ്മൾ കുറേ പോകേണ്ടി വരും അല്ലെ? യെസ്, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യത്തില്, യൂണിഫോംസിന്റെ കാര്യത്തിലൊക്കെ ഈ ഫീ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് വർക്ക്സുകൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ തന്നെയാണെങ്കിൽ പോലും ഇതിന്റെ മറ്റ് വർക്ക്സുകളെല്ലാം തന്നെ എന്താണ് ചില രീതിയിലുള്ള വർക്ക്സുകൾ, പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വർക്ക്സുകൾ ചില ടീച്ചേഴ്സ് നമ്മൾ എന്താണ് ടീച്ചർക്ക് വിതരണം ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, പക്ഷെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് ആരായിരിക്കും? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം. പ്രത്യേകിച്ച് സാലറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഡ്യൂട്ടികൾ ചെയ്യുന്നത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ എന്താണ് അല്ലെങ്കിൽ പൈസ നമുക്ക് ചില സമയത്ത് സാലറി കുറവാണെന്നൊരു തോന്നാറുണ്ട് അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സാലറി കുറവാണെന്ന് ജോലിക്ക് പോണവരെ സംബന്ധിച്ചിടത്തോളം സാലറി കുറവാണെന്ന് എല്ലാവർക്കും തോന്നും. ഞങ്ങൾക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്കൊക്കെ തോന്നും.
എന്തുകൊണ്ടാണ് നമുക്ക് സാലറി കുറവാണെന്ന് തോന്നുന്നത്? നമ്മൾ എടുക്കുന്ന എഫേർട്ട് കൂടുതലാവുമ്പോ നമുക്ക് എന്ത് തോന്നും? സാലറി കുറവാണെന്ന് തോന്നും അല്ലേ? ശരിയാണോ? ശരിയാണ് മാം. അത് തന്നെ ഒരുപാട് അവര് നമ്മളെ പണിയെടുപ്പിക്കുമ്പോ നമുക്ക് ശമ്പളം കുറവുണ്ടെന്ന് തോന്നും എന്തായാലും. ഇപ്പൊ ഹെഡ് മാസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഫീസ് കളക്ട് ചെയ്യുന്ന ജോലി ആയിരിക്കും കൂടുതലായിട്ട് ടീച്ചേഴ്സിന് തരുന്നത്. മാത്രമല്ല എന്താണ് ടീച്ചേഴ്സിന്റെ ശമ്പള വിതരണത്തെ കുറിച്ച് അല്ലെങ്കിൽ സാലറി ഡിസ്പോസ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അത്തരം തീരുമാനങ്ങളും എടുക്കാനായിട്ടുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത് ആർക്കാണ്? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന് മാത്രമാണ് അതിനുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഉണ്ടാവുന്നത്. ഓക്കെ, ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഫീസ് കളക്ഷൻ ഡ്യൂട്ടീസ് മാത്രമായിരിക്കും ഹെഡ് മാസ്റ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. പക്ഷെ അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശമ്പള വിതരണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഹെഡ് മാസ്റ്ററുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഓക്കെ, യെസ്. ഒരു ഡൗട്ടേ, ഗവൺമെന്റ് സ്കൂളിൽ ഫീസ് കളക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണോ? ഗവൺമെന്റ് സ്കൂളിൽ ഫീസ് കളക്ട് ചെയ്ത് എന്റെ കുട്ടികളുടെ ഫീസുകളോ? ആ, ഗവൺമെന്റ് സ്കൂളിൽ എവിടെയാണ് ഫീസ് വരുന്നത്? എന്തെങ്കിലും ചെറിയ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടുള്ള ഫീസുകളല്ലേ വരാറുള്ളൂ. സ്റ്റാമ്പിന്റെ ഫീസ്, ഓക്കെ എന്തെങ്കിലും ക്യാമ്പയിന്റെ ഫീസ് ടീച്ചേഴ്സ് തന്നെയാണ് കളക്ട് ചെയ്യുന്നത് കേട്ടോ. ടീച്ചർമാർ ഓക്കെ. തന്നെയാണ്. ഓക്കെ, അല്ല, മറ്റു സ്കൂളിലൊക്കെ നമുക്ക് ഇങ്ങനെ സ്കൂൾ ആപ്പ് ഒക്കെ ഉണ്ട്, അതിൽ ഡയറക്റ്റ് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഡയറക്റ്റ് ബാങ്ക്. ആ, ഇപ്പോഴും അതാണ് ഗവൺമെന്റ് ചോദിച്ചത്. സ്കൂളിൽ അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്തപ്പോ ഫീസ് കളക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ചുമതലയും ടീച്ചേഴ്സ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. പ്രീ സ്കൂള് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇവിടെ ഒന്നും. ഇല്ല. നിങ്ങളിപ്പോ ആരെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടാവും? ഈ പ്രൈമറിയിലോ ഞാനിപ്പോ ഗവൺമെന്റ് സ്കൂളിൽ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗവൺമെന്റ് സ്കൂള്? അടിപൊളി തന്നെ. അങ്ങനെ വലിയ പാടൊന്നുമില്ല. പക്ഷെ നല്ല സ്കൂള് ഗവൺമെന്റ് സ്കൂള് തന്നെയാ. നമ്മൾ പണ്ട് പഠിച്ച ഗവൺമെന്റ് സ്കൂൾസ് ഒന്നും അല്ല ഇപ്പോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നല്ല ഫെസിലിറ്റീസും നല്ല രീതിയിൽ പാഠ്യപദ്ധതിയുള്ള ഒരു സ്കൂളാണ് കേട്ടോ. കാരണം ഞാൻ പറയാൻ കാരണം പറയാം, എന്റെ മൂത്ത ചേച്ചി ഗവൺമെന്റ് സ്കൂളിലാണ്, പ്രൈമറി സ്കൂൾ LP സ്കൂളിലെ ടീച്ചറാണ്. എന്തോരം വർക്കാണ് കുട്ടികൾക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എന്ത് രസമായിട്ടാണ് ഓരോ ദിവസവും ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു CBSE സ്കൂളിൽ പോലും അത്രയില്ല. നമ്മൾ വെറുതെ പോർഷൻസ് എടുക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നു, എക്സാം കണ്ടിട്ടേ അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലറാണ്. പക്ഷെ ഇവർക്ക് ഡെയിലി എന്തുണ്ട്? ആക്ടിവിറ്റീസ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്യാനുള്ളതെന്ന് പറയാം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തന്നെയാണ് ഗവൺമെന്റ് സ്കൂള്. മലയാളം മീഡിയത്തിലെ 2 ഡിവിഷൻസും ഉണ്ടാവും. പക്ഷെ ടീച്ചർ കുട്ടികളെ കൊണ്ട് സ്വയം ചെയ്യിപ്പിക്കാനുള്ള കഴിവുകൾ അവര് കൂടുതൽ നോക്കണത്. നമ്മളിപ്പോ CBSE സിലബസിൽ നമ്മൾ കാണാതെ പഠിച്ചിട്ട് ചെയ്യണു. അവിടെ ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് സ്വയം ഓൺവേഴ്സിൽ സ്വയം അത് ചെയ്യുന്നതാണ്, കണ്ടുപിടിക്കണം. എന്തോരം വർക്ക്സുകളാണ് കുട്ടികൾ ചെയ്യുന്നത് പറയാം. ഇപ്പൊ ചീപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് അപ്പൊ പാഠഭാഗവുമായി ബന്ധപ്പെടുത്താമെന്ന്. അല്ലാതെ എന്താണ്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നല്ലൊരു ഡേ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ദിനാചരണം, ആ ദിനം ആചരിക്കുന്നതിന്റെ പ്രത്യേകതകള്, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. CBSE ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത്. പക്ഷെ കുട്ടികളെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഇവരാണ്. ഗവൺമെന്റ് സ്കൂൾസിലെ പാഠ്യപദ്ധതിയാണ് ഏറ്റവും നല്ലത്. 3ാം ക്ലാസ് മുതൽ ഡയറി എഴുതിപ്പിക്കും മാം. കുട്ടികളെ കൊണ്ട് സ്വയം ഡയറി ചെക്ക് ചെയ്യിപ്പിക്കും. അവരവരെ എഴുതി കൊണ്ടുവരാൻ പറയും. അതൊരു ശീലം. മോന് 3ാം ക്ലാസ് മുതൽ എഴുതി തുടങ്ങിയത്. ഇപ്പോഴും അവൻ നിർത്തിയിട്ടില്ല. അവർ ഡെയിലി അങ്ങ് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ മലയാളം ലാംഗ്വേജ് ഇപ്പൊ അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആവുകയും ചെയ്യുമല്ലോ. അതേപോലെ ഏതൊരു ഡേ വന്നാലും പോസ്റ്റർ കാര്യങ്ങൾ, ക്വിസ് അങ്ങനെ എല്ലാം നടത്തുന്നുണ്ട് ഇവര്. എല്ലാം അതുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അക്കാദമിക് ഇമ്പ്രൂവ്മെന്റ് തന്നെ ഉണ്ടാവുന്നത്. നമ്മൾ പഠിച്ച സമയത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ. നമ്മുടെ സ്കൂളുകളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും. ഞാൻ ഈ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് ഇത്രയും ദിവസം വായനാ ദിനമായി ബന്ധപ്പെട്ട് ഒരുപാട് ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ദിവസം നിൽക്കുന്ന ആചരണമാണ്. കുറെ ദിവസം ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട്. പിന്നെ എല്ലാ ഡേ ആഘോഷിക്കും മാം. പിന്നെ അതിന്റെ ഉള്ള ക്വിസുകൾ നടത്തും. ക്വിസുകളൊക്കെ പ്രോഗ്രാമുകളും പിന്നെ അവർക്കുള്ള സമ്മാനങ്ങളും അങ്ങനെ പഠിച്ചുകൊണ്ടിരാനൊക്കെ പറയും. ഫോണിൽ കുറെ സംഭവങ്ങളൊക്കെ അയച്ചെടുക്കും. പിള്ളേർ പഠിക്കും.
അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മാം നിറവ് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഏർപ്പാടാക്കിയത് തന്നെയാണ്. അത് നല്ലൊരു കഥയാണ്, നല്ല രസമുണ്ട്. ഒരു പാരന്റ്സിനെ ഉൾക്കൊള്ളിക്കാം. അതില് കഥ വായിച്ച് ആ കഥ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം ഇത്രയും ഗ്രൂപ്പിൽ ഇത്രയും ആൾക്കാർ കാണുകയാണ്. നല്ലൊരു പരിപാടി അത്. എല്ലാ കുട്ടികൾ കുറേ കഥകൾ വായിച്ച് അവര് ആ നോട്ട് ആ ടെസ്റ്റേ കണ്ടിട്ടുണ്ടാവില്ല, കഥാബുക്കേ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു കുട്ടി പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അവർക്കത് മനസ്സിലാവും. നല്ല പ്രോഗ്രാം അത്. ഓക്കെ. നിങ്ങളുടെ കുട്ടികളൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ്, അതുകൊണ്ട് ഇത്രയും അറിയണത്. എന്താ പറയണേ? അതുകൊണ്ടാ പറയണേ അല്ലെ? നല്ല കാര്യമുള്ളൂ. അത് ഒരിക്കലും ഒരു കുറവല്ല. ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ ഒരു പാഠഭാഗം പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിൽ പഠിക്കുന്നുണ്ട്. ചിലർക്ക് ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഭയങ്കര പുച്ഛമാണ്. എന്തുകൊണ്ടാണ് ഈ പുച്ഛിക്കുന്നത്? ഒന്നുമില്ല. പക്ഷെ അവിടെയാണ് ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് നടക്കുന്നത്, നല്ല അധ്യാപകരുള്ളത്, നല്ല എൻവയോൺമെന്റ് കുട്ടികൾക്ക് കിട്ടുന്നത്. CBSE എന്ന് പറയുന്നത് നമ്മളൊരു പ്രസ്റ്റീജിന്റെ ഭാഗമാണ്. കുറെയൊക്കെ പ്രസ്റ്റീജിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ CBSE സ്കൂളിൽ ചേർക്കുന്നത് അല്ലെ? അല്ല മാം, ഞാൻ ഒന്ന് CBSE ഗവൺമെന്റിലേക്ക് മാറ്റിയതാ മാം. അത് മോൾക്ക് അവര് അവിടെ പഠിപ്പിച്ചു കൊടുത്ത അതേ രീതി മാത്രമേ ഇവൾക്ക് അറിയണുള്ളൂ. നമ്മളിപ്പോ എന്തെങ്കിലും പറയുമ്പോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും അറിയാത്തതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റിയതാണ്. ഇപ്പോഴും അവൾ എന്താ പറയണത്, ഇനിയിപ്പോ അവിടെ 7 വരെ ഉള്ളൂ, 8 ഫുൾ എയ്ഡഡ് ആയിട്ടുള്ള ആ സ്കൂളിലേക്ക് പോകരുത്, ഫുൾ ഗവൺമെന്റ് മാത്രമേ ഉള്ളത് മതി. ഇനി അത് പോണെങ്കിൽ പാലക്കാട് ടൗണിലേക്ക് പോകണം ഞാൻ. അവൾ അതാ പറയാ, എനിക്ക് അങ്ങനെയുള്ള സ്കൂളിൽ മാത്രം മതി അമ്മാന്ന്. അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ, അതുകൊണ്ടാണ് കുട്ടികൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ടീച്ചിങ്ങിന് പോകുമ്പോഴേ ഗവൺമെന്റ് സ്കൂളിൽ പോയ സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ ട്രെയിനിങ്ങിന് പോകുമ്പോ. ട്രെയിനിങ്ങിന് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, ഇല്ലാന്നല്ലല്ലോ. എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടോ? പ്രൊഫഷണൽ ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ചോദിച്ചാൽ മതി. സ്മാർട്ട് ശ്രീന്ന് ഒരു 2 ഇത് തന്നിട്ടുണ്ടായിന് ഫോം, അത് അവിടെ കൊടുത്തു സ്കൂളില്. അത് കഴിയുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് ഓരോത്തിൽ മാർക്ക് ചെയ്യും എങ്ങനെയാണെന്ന്. ചില കുട്ടികൾ ഇവിടെ അയച്ചു തരാറുണ്ട് കേട്ടോ. ഗുഡ് ടീച്ചിങ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ ഓഫ് ടീച്ചേഴ്സ് ഒക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പൊ നിങ്ങൾ എത്രത്തോളം അവിടെ പോയി പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്തു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ചിലവരെന്താണ്, നമ്മൾ എത്രത്തോളം ചെയ്താലും ചിലപ്പോ നമ്മൾക്ക് എഴുതുന്ന മാർക്കിൽ അതൊന്നും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഒന്നും കൂടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് എഴുതാൻ വേണ്ടിയിട്ട് ചിലവരങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോ നല്ലത് കാണുമ്പോൾ നമ്മൾ ഒന്നും കൂടി വെരി ഗുഡ് കാണുമ്പോൾ പിന്നെ നമ്മളൊന്ന് ഒന്ന് ഇതായി പോയി കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ ആയി പോകരുത് കേട്ടോ. നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ് അല്ലെ? അപ്പൊ അതിൽ നമ്മൾ വീണ് പോകും. അങ്ങനെ വീണ് പോകാതിരിക്കും. ചില കുറച്ചുകൂടി നല്ല വീക്ഷണ കോണുകളുള്ള അധ്യാപകരാണെങ്കിൽ അത് ചെയ്യൂല. അതൊരിക്കലും നമ്മൾ ചെയ്യാതിരുന്നിട്ടല്ല, നമ്മളത് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എന്നൊരു അധ്യാപിക പറഞ്ഞു തന്നിട്ട്, ഞാൻ ഇടവനക്കാട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോ അവിടുത്തെ ടീച്ചർ പറഞ്ഞതാണ് അങ്ങനെ. ശരിയാണത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സുള്ള അധ്യാപകർ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും നമ്മളുടെ കഴിവ് കണ്ടിട്ട് അവർ അസൂയപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ ഒന്നും ഇമ്പ്രൂവ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാകില്ല കേട്ടോ, ചിലർ മാത്രം. ഈ ടീച്ചിങ് പ്രൊഫഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല, നല്ല കഴിവുള്ള അധ്യാപകരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി ഉള്ള അധ്യാപകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ക്വാളിറ്റി എന്തെങ്കിലുമൊക്കെ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള അധ്യാപക ബന്ധം തന്നെ ലഭിക്കുന്നതൊക്കെ നല്ല സ്കൂളുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ചുറ്റുപാടിൽ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്. നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർക്കാൻ പറ്റുന്ന അധ്യാപകരെ കൂടെ കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതിനോട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളെയും കൂടി, നിങ്ങൾ നല്ലൊരു അധ്യാപികയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന വ്യക്തിയിൽ നമ്മുടെ മനസ്സിൽ, നമ്മള് മറ്റുള്ളവരുടെ മനസ്സിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിൽക്കുമ്പോൾ. ഇനിയിപ്പോ ആരൊക്കെയാണ് ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തത് നമ്മുടെ ക്ലാസ്സില്? ഞാൻ പോയിട്ടില്ല മാം. ഞാനും പോയില്ല. സ്മിയ പോയിട്ടില്ല, മഞ്ഞമണി പോയിട്ടില്ല, അങ്ങനെ ഞാനും പോയോ? പോയിട്ടില്ല മാം. ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ അടുത്ത് ഓക്കെ, എന്നാലും എനിക്ക് എന്താ ഈ പാർക്ക് 4 കൂടി കഴിയാറാകുമ്പോഴേക്കും നിങ്ങൾ പോയാൽ മതി. ജിഷ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം, മൊഡ്യൂൾ 3 കൂടി എടുത്തിട്ട് അത് പോവുമായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് പറഞ്ഞു. നല്ലതാണ്. ഇതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്കൂൾ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു അവയർനെസ് ലഭിക്കും. പക്ഷെ നമ്മൾ ഈ തിയറി പഠിക്കുന്ന പോലെ അല്ല പിള്ളേരെ പ്രാക്ടിക്കലി സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നേരെ
കുറെ, അതായത് ഓരോ സ്കൂളിന് അവരുടേതായിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ അതിൽ അഡാപ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? അങ്ങനെ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ഇത് ഇങ്ങനെ മാറ്റണം അങ്ങനെ മാറ്റണം ഞാൻ ഇങ്ങനെ പഠിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ സ്കൂളിനും ഓരോതായിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അതിനനുസരിച്ച് നമ്മൾ അതിലേക്ക്, നമ്മൾ എവിടെ പോയാലും നമ്മൾ അവിടെ പിടിക്കാൻ പറ്റണം, അല്ലെ? നമ്മൾ അതിലേക്ക് ഇതാവുമ്പോ മാത്രമേ നമുക്കത് സുഖമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അയ്യോ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഇത് ബുദ്ധിമുട്ടാവും. ഞാൻ പോയടുത്ത് അവര് പറയുന്നത് നിനക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവിടെ ചെയ്തോന്നാ പറഞ്ഞത്. അപ്പൊ അത് ഭയങ്കര അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള സ്കൂൾ മാത്രമേ ഭയങ്കര ഫ്രീ ആണ്. പിന്നെ എന്താണ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കാല്ലേ ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവാൻ പറ്റുമെന്നൊക്കെ. അതുകൊണ്ട് ഭയങ്കര പോസിറ്റീവാ അവിടെ. നല്ല കാര്യം. മാം ട്രെയിനിങ്ങിന് പോയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കിട്ടാണ്ടാവുമ്പോ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കുഴപ്പമൊന്നുമില്ലടോ. പക്ഷെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ മാക്സിമം സ്കൂളുകള് അന്വേഷിക്കാൻ പോവാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് അവിടെ സ്റ്റോപ്പ് ആയി പോകും. നമുക്കൊരു കുറച്ച് പീരീഡ് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് നോർമലി മനസ്സിൽ തോന്നും. പക്ഷെ ആ ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്വാളിറ്റി ഉള്ളവരാണ് പഠിപ്പിക്കാനും. ഞാനിപ്പം പ്രഗ്നന്റ് ആണ് കേട്ടോ. 9 month പ്രഗ്നന്റ് ആണ്. ഇപ്പം വൈവേരെ ടൈമിലാണോ ഡെലിവറി എന്നൊന്നും അറിയത്തില്ല. എല്ലാം കൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നു. 9 month ആയോ? ആ ഇല്ല, സർവൈവ് ആവാറായിട്ടില്ല, പേടിക്കണ്ട കേട്ടോ. എന്താണ് ഡേറ്റ്? എന്താണ് ഡേറ്റ്? August 3 ആണ്. August 3, ജൂലൈ, ഓഗസ്റ്റ്. ഓക്കെ. അതൊക്കെ കഴിയുമ്പോഴേക്കും ആയിരിക്കുള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. ഡെലിവറി കഴിയുമ്പോഴേക്ക് ഒരു ചിലപ്പോ ഒരു എന്നാലും തനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തു കേട്ടോ. കുറച്ച് നേരം ക്യാമറ ഓൺ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പറ്റാവുന്ന പോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ മാം. അപ്പൊ അവരുടെ കഴിഞ്ഞ ഉടനെ അടുത്ത് നമ്മളുടെ ആയിരിക്കുമോ? അത് അറിയിക്കും കേട്ടോ. നിങ്ങളുടെ പക്ഷെ പോർഷൻസ് തീർന്നിട്ടില്ലല്ലോ. ജൂലൈ ലാസ്റ്റ് ആവും എന്തായാലും. ജൂലൈ ലാസ്റ്റ് കഴിയുമ്പോഴേക്ക് പോർഷൻസ് തീരുള്ളൂ എന്തായാലും. അതൊക്കെ ആവുള്ളൂ കേട്ടോ. സമാധാനമായിട്ടിരിക്കുക, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഒന്നിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്കുകൾ നിങ്ങൾ പയ്യെ ചെയ്ത് തീർക്കാൻ നോക്കുക. അത്രയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് കേട്ടോ. റെക്കോർഡ്സ് ഒക്കെ ഏകദേശം എവിടം വരെയായി? റെക്കോർഡ്സ് ഒക്കെ എല്ലാവരുടെയും ഒക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും കുറച്ച് കംപ്ലീറ്റ്. എന്റേത് കുറച്ച് പെൻഡിങ് ഉണ്ട് മാം. പെൻഡിങ് വരരുത് കേട്ടോ. നമ്മള് റെക്കോർഡ് മാക്സിമം തീർക്കാൻ നോക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് വൈവേല് റെക്കോർഡിനാണ്. അത് കംപ്ലീറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന മെറ്റീരിയൽസുകൾ നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ നിർബന്ധമായിട്ട് ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾക്ക് മോണ്ടിസോറി അപ്പാരറ്റസിലെ മെറ്റീരിയൽസ് അതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ടാവണം കേട്ടോ. ഓൾറെഡി പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു തരും നമ്മൾ. എന്നാൽ പോലും ഞാൻ വൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ മിക്ക കുട്ടികളിൽ നിന്ന് കാണുന്നതാണ്, എന്ത് ചോദിച്ചാലും ഏതെങ്കിലും സിമ്പിൾ ആയിട്ടൊരു അപ്പാരറ്റസ് മാത്രം പറയും. ചിലർക്ക് അപ്പാരറ്റസ് എന്താന്ന് പോലും അറിയില്ല. എത്ര പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്കത് അറിയില്ല. അങ്ങനത്തെ ഒരു ധാരണ 18 തന്നെ ഉണ്ടാവാൻ പാടില്ല. പ്രാക്ടിക്കൽ ഓഫ്ലൈനും തരുന്നുണ്ട്, നമ്മൾ ഓൺലൈനും പ്രാക്ടിക്കൽ തരും. എന്നിട്ടും അതൊക്കെ കഴിഞ്ഞിട്ടാണ് വൈവ് ചെയ്യുന്നത്. എന്നിട്ടും അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞാല് നല്ല അടികൊള്ളേണ്ട കുഴപ്പമാണ്, അല്ലേ? അപ്പൊ എന്താണ്, മിക്കതും റെക്കോർഡിൽ കാണുന്ന കുട്ടികളാണ് അങ്ങനെ പറ്റാറ്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. മാം നമ്മള് വൈവില് ചോദിക്കുന്ന അപ്പാരറ്റസ് മാത്രം പറഞ്ഞാൽ മതി? അത് നമ്മുടെത്താണോ പറയാ? ഏതാ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുന്നുള്ളത്? ഓൾറെഡി നമ്മൾ 2-3 ഏരിയാസ്, സെൻസോറിയൽ ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, ലൈഫ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, ഇത്തരം ഏരിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ പഠിപ്പിക്കുന്ന മെറ്റീരിയൽസിനെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അറിവുണ്ടായിരുന്നു, അത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ പിങ്ക് ടവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പിങ്ക് ടവറിനെ പറ്റി പഠിച്ചോ? പിങ്ക് ടവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സെൻസോറൽ ഏരിയാസ് വരുന്ന ഏരിയാസ് മെറ്റീരിയൽ ആണ്. അപ്പൊ പിങ്ക് ടവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 cm മുതൽ 10 cm വരെയുള്ള ക്യൂബ്സുകളാണ്. പിങ്ക് കളറാണ് നമ്മൾ അതിന്റെ മെയിൻ കോൺസെപ്റ്റ് ആയിട്ട്. അതായത് കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആവുന്ന കളേഴ്സ് ആണ്. കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ പഠിക്കുന്നു. പിന്നെ ഇതൊരു ക്യൂബ് ഷേപ്സ് ആണ്, അപ്പൊ ഷേപ്സ് പഠിക്കുന്നു കുട്ടികളെ. പിന്നെ നമ്മൾ ഇതൊക്കെ ഈ ടവർ എന്നൊരു കോൺസെപ്റ്റ് ആണ് പിങ്ക് ടവറിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെ? ടവർ കോൺസെപ്റ്റ്, അതായത് കുട്ടികൾ പുറമേ കാണുന്ന വലിയ ഫ്ലാറ്റുകളുടെയും ബിൽഡിങ്സിന്റെ ഒക്കെ ഒരു മിനിയേച്ചർ ഫോം ആണ് എന്ത് നമ്മുടെ പിങ്ക് ടവർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കുട്ടികളുടെ പല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചർ ഇത്രയും പറഞ്ഞല്ലേ, ഇത്രയെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റണം ഒരു മെറ്റീരിയലിനെ പറ്റി. ഇങ്ങനെ പറയാൻ പറ്റണം, ഇത്രയും പറഞ്ഞാൽ മതി കേട്ടോ.
പിന്നെ നമ്മൾ ഓരോ മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുക. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമ്മൾക്ക് വൈവ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യും. വൈവേന്ന് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. പിന്നെ നിങ്ങളുടെ വർക്കുകൾ മാക്സിമം ചെയ്ത വർക്കുകൾ എല്ലാം കാണിക്കുക. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വൈവയുടെ സ്ലോട്ട് ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് എന്താണ് ഏത് സമയത്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നേരത്തെയാണ് അറിയാൻ പറ്റും, തലേ ദിവസം അറിയാൻ പറ്റും. അത് നിങ്ങളുടെ റൂമിലെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യും. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഒരു പേടിയോ ടെൻഷനോ ആർക്കും വേണ്ട കേട്ടോ. ഞങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ വൈവ് ചെയ്യുന്നത്. ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആയിരിക്കാം. ഞാൻ തന്നെ ആണോന്നില്ല, വേറെ ടീച്ചർമാരായിരിക്കും. ഷിമിസാവ, അശ്വിനിസാവ, ബർണൻസാവ, മിൽറോസ് മിസ്സാവ, വേറെ മിസ് ഉണ്ട്, മിലുമിസ് ഉണ്ട്. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആരും വൈവ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റ് മാക്സിമം. PG സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെമിനാർ പ്രസന്റേഷൻ ഉണ്ട്. അവർ ആ സമയത്ത് സെമിനാർ പ്രസന്റ് ചെയ്യണം. ഡിപ്ലോമക്കാർ സെമിനാർ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി PG ക്ലാസ്സിൽ നിങ്ങൾ സെമിനാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ടീച്ചേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വൈവയില് സെമിനാർ എടുക്കണമെന്നില്ല. ഇനി PG ക്ലാസ്സിൽ എടുക്കാത്ത കുട്ടികൾ, സെമിനാർ എടുക്കാത്ത കുട്ടികൾ എന്താണ് വൈവ ചെയ്യുന്ന സമയത്ത് എന്തായാലും സെമിനാർ പ്രസന്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം പ്രിപ്പയർ ആകുന്നത്. അതൊക്കെ ആ സമയമാകുമ്പോഴേക്കും ഡീറ്റെയിൽ പറഞ്ഞു തരാം. PGക്കും ഡിപ്ലോമയ്ക്കും ഒറ്റ വൈവേ ഉള്ളോ? പിന്നെ ഞാൻ വിചാരിച്ചു PGക്ക് വേറെ വൈവേ കാണുമെന്ന്. ഇല്ല, ഒറ്റ വൈവേ ഉള്ളൂ. അപ്പൊ PGക്കാർക്ക് നിങ്ങള് PGക്കാർക്ക് ഒരുമിച്ചായിരിക്കുള്ളൂ. അതായത് ഡിപ്ലോമക്ക് സെപ്പറേറ്റും PGക്ക് സെപ്പറേറ്റ്, അങ്ങനെയായിരിക്കും വൈവ വരുന്നത് കേട്ടോ. അപ്പൊ ഡിപ്ലോമക്കാരുടെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്ലോമയും PGയും ഒരുമിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മളെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്, തീർന്നില്ലല്ലോ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ അപ്പോൾ ടീച്ചേഴ്സിന്റെ ഫീസ് കളക്ഷൻ ഡ്യൂട്ടീസ്, ടീച്ചേഴ്സിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട് ഹെഡ് മാസ്റ്റർ ആണ് അതുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കൂൾ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ? സ്കൂൾ ബഡ്ജറ്റിംഗ്, അല്ലെ? അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് നമ്മൾ എന്തിൽ നോക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സും ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന മെയിൻ ആരായിരിക്കും? സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെ? അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, സ്കൂളുമായി ബന്ധപ്പെട്ട് വരുന്ന ബഡ്ജറ്റിംഗ് ഒക്കെ തയ്യാറാക്കുന്നത്, അതിന് പൂർണ്ണ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? സ്കൂൾ ഹെഡിനാണ്. ഓക്കെ, ദ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് സ്കൂൾ ഫിനാൻസ് ഇസ് എ മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ്. മേജർ റെസ്പോൺസിബിലിറ്റിയുടെ കാറ്റഗറി ഉൾപ്പെടുന്ന ഒന്നാണ് എന്ത്? ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കൂൾ ഫിനാൻസ് is assigned to the money needed to pay staff, maintain the institution and keep service going. സ്കൂൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്? സ്കൂൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റാഫുകളുടെ പേയ്മെന്റ്സ്, അല്ലെ? സാലറി പാക്കേജസുകള്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട സർവീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ബഡ്ജറ്റ്സുകള്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്താ സ്കൂൾ ഫിനാൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ബഡ്ജറ്റ് റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ എ ഇയർ. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അല്ലെ പ്ലാൻ ആണ്. ഒരു വർഷത്തേക്ക്, ഒരു അക്കാദമിക് ഇയറിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യൂ. ബഡ്ജറ്റ് റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ എ ഇയർ. ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക പദ്ധതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ബഡ്ജറ്റില്? ഇൻക്ലൂഡ് എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഇയർ. എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം? എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഇയർ. എന്താണ്? ഒരു വർഷം പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും ആയിരിക്കും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? ആ ഒരു അക്കാദമിക് ഇയറിലേക്ക് വേണ്ട വരുമാനവും ചെലവും എക്സ്പെൻഡിച്ചറൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ബഡ്ജറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Accounting refers to the record keeping information about income and expenditure showing the net loss or surplus. Accounting refers to the record keeping information about income and expenditure showing the net loss or surplus. Last point പറയുന്നത് എന്താണ്? വായിച്ചു നോക്കി. Accounting refers to the record keeping information about income and expenditure showing the net loss or surplus. താനിക്ക് പറയുന്നത് റെക്കോർഡ് കീപ്പ് ചെയ്യണം. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്?
ഓരോ വർഷത്തെ എക്സ്പെൻഡിച്ചറും റവന്യൂമായി ബന്ധപ്പെട്ട് എക്സ്പെൻഡിച്ചർ റവന്യൂമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റുകൾ സ്കൂളിൽ ലഭിക്കുന്നത് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസും മനസ്സിലാവും. ക്ലോസ് മനസ്സിലാവുള്ളൂ അല്ലെ? യെസ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പഠനോ? വേണോ? ഇപ്പൊ തന്നെ ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ആക്ടിവിറ്റി ആണ്. വേണ്ട, ബുദ്ധിമുട്ടാവുന്നില്ല. PG ക്ലാസ് എന്താണെന്ന് അറിയട്ടെ നോക്കാം. ഒരു സ്കൂൾ ബഡ്ജറ്റിംഗ് തയ്യാറാക്കാനാണ്. ഞങ്ങൾ എങ്ങനെ തയ്യാറാക്കാനാണ്? നമുക്ക് ഒരു ബ്രീഫ് ഫോം ആണ്, ബ്രീഫ് ഫോർമാറ്റ് ചെയ്യാനാണ്. വേണ്ട, അത് ചെയ്യണ്ട. അല്ലെങ്കിൽ സ്കൂൾ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ സ്കൂളിലേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് നോർമലി അറിയാവുന്ന പോലെ കുറച്ച് പോയിന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വേണ്ട, അത് കുഴപ്പമില്ല, വേണ്ട സാരില്ല. നമുക്കറിയാലോ സ്കൂളിലേക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ആവശ്യമായിട്ട് വരും, എന്തൊക്കെ ചെലവുകൾ ഉണ്ടെന്ന്. ഓക്കെ. പിന്നെ എപ്പോഴും തരാതിരിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ലാസ്റ്റ് നിങ്ങളെ തപ്പിയ ഒരു വലിയ പണി നിൽപ്പുണ്ട് 10ാമത്തെ ചാപ്റ്ററിലെ ക്ലാസ് എടുക്കണം നിങ്ങൾ 10ാമത്തെ ചാപ്റ്റർ കേട്ടോ. വലിയ പണിയൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് എടുക്കണം. ഇതിനു വേണ്ടി തരുന്ന ഒരു ടോപ്പിക്സുകളായിരിക്കും ഇതിൽ ഉണ്ടാവുന്നത് കേട്ടോ. അതിലാരും എടുക്കില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത് കേട്ടോ. 10ാമത്തെ മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന ചാപ്റ്റർ ഓരോരുത്തരും ഫുള്ളായിട്ട് ആ ചാപ്റ്റർ എടുക്കണോ അതോ ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരുമോ? ഇഷ്ടം പോലെ ടോപ്പിക്സ് ഉണ്ട്. തന്നാ മതി മാം. ഏത് വേണമെങ്കിലും ഇല്ല, ഞാൻ തരും. അത് ഓക്കെയാണ് മാം, മാം തന്നാ മതി. 9ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഒരു ഭാഗം തരാനുണ്ട് നിങ്ങൾക്ക്. അതും കൂടി കൺസിഡർ ചെയ്ത് തരുള്ളൂ കേട്ടോ. 9ാമത്തെ ഭാഗത്തില് റിപ്പോർട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻസിന്റെ ഭാഗത്തുണ്ട്. പിന്നെ ഇതിലെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ്. ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെന്താണ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ്. കോമൺ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. കുറച്ചുകൂടി നേച്ചർ റിലേറ്റ് ചെയ്തിരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ അത് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് ഒരു പേജിലോ ഒരു ഹാഫ് പേജിലൊക്കെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ നിങ്ങൾ അതിന് പ്രിപ്പയർ ആവാം. ക്ലാസ് എടുത്ത് പഠിച്ചിട്ടാണ് അത് എടുക്കാനായിട്ട് കേട്ടോ. മനസ്സിലായി. യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു.